നമസ്കാരം മക്കളെ, നമുക്ക് പഠിക്കാം. 12ാമത്തെ പാഠമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഈ പാഠത്തിൽ കുറച്ച് വാചകങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ അക്ഷരങ്ങളും നമ്മൾ പഠിച്ച ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വാചകങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവ വായിക്കാമെന്നാണ് എഴുതിയെങ്കിൽ കൂടെ നമുക്കിത് എഴുതി പഠിക്കണം. ഒരു വരി മുഴുവനായിട്ടും എഴുതി പഠിക്കേണ്ട, ഒരു പേജിൻ്റെ പകുതി മാത്രം എഴുതി പഠിച്ചാൽ മതി ഈ വാചകങ്ങൾ. അപ്പോൾ നമുക്ക് പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്ന വാചകം ഇല വാടി. ഇല വാടി. ആദ്യത്തെ വാക്ക് ഇലയാണ്. ഈ ല, ഇല. ഇല എന്ന ആദ്യത്തെ വാക്ക് എഴുതി. ഇനി വാചകമാവാൻ വാടി കൂടെ വേണം അല്ലേ? അപ്പോൾ വാടി എന്ന് കുറച്ച് നീക്കിക്കൊണ്ട് എഴുതുന്നു. വാടി, വാടി. ഇല വാടി. അടുത്ത് നമ്മൾ എഴുതി പഠിക്കാൻ പോകുന്ന വാചകം രമ പാടി എന്നാണ്. രമ പാടി. രമ എന്നെഴുതുന്നു. ആദ്യത്തെ വാക്ക് രമയാണ്. രമ. രമ പാടി. ടി ആവാൻ ടാ എഴുതിയിട്ടൊരു ഈടെ ചിഹ്നം. പാടി. രമ പാടി. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന വാചകം തിര കാണാം. തീര, തിര. തിര, തിര. തീ എഴുതി. ഇനി ര. ആദ്യത്തെ വാക്ക് തിര. അടുത്ത വാക്ക് കാണാം എന്നാണ് അല്ലേ? അപ്പൊ കാ എന്നെഴുതുന്നു. കാ എഴുതിയിട്ട് ആന്റെ ചിഹ്നം ഇടുമ്പോഴാണ് കാ എന്നാവുന്നത്. ഇനി നാം, കാണാം. കാണാം എന്നായി. തിര കാണാം. അടുത്ത് നമ്മൾ പഠിക്കുന്ന വാചകം അടിത്തരണം. ആ ടി, അടി. ആദ്യത്തെ വാക്ക് അടി. കുറച്ച് നീക്കിയിട്ട് രണ്ടാമത്തെ വാക്ക് എഴുതുന്നു. തരണം. ത ര ണം. തരണം. അടിത്തരണം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന വാചകം കക്ക വാരണം. ആദ്യത്തെ വാക്ക് കക്കയാണ്. അപ്പൊ കാ എഴുതുന്നു. തൊട്ടടുത്തായിട്ട് കായുടെ കൂട്ടക്ഷരം കക്ക. രണ്ടാമത്തെ കാ ഉറപ്പിച്ചാണ് പറയുന്നത്. അപ്പൊ കായുടെ കൂട്ടക്ഷരം ഇട്ടു. വാരണം എന്നതാണ് അടുത്ത വാക്ക്. വാ രണം. കക്ക വാരണം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന വാചകം ഇത് ആടാണ്. ഇതാണ് ആദ്യത്തെ വാക്ക്. അപ്പൊ ഇത് എഴുതുന്നു. ഇത്, ഇത്. ഇത്. ഇനി എന്താ വേണ്ടത്? ആടാണ്. കുറച്ച് നീക്കിയതിന് ശേഷം അടുത്ത വാക്ക് എഴുതുന്നു. ആടാണ്. ഇത് ആടാണ്. അടുത്തത് നമ്മൾ പഠിക്കുന്ന വാചകം കാട് കാണണം. ആദ്യം കാട് എന്നുള്ള വാക്കാണ് എഴുതുന്നത്. കാ എഴുതിട്ട് കാട്. കാണണം എന്നാണ് അല്ലേ അടുത്ത വാക്ക്. കാ ണം. കാണണം. കാട് കാണണം. അടുത്തത് നമ്മൾ പഠിക്കുന്ന വാചകം പാവം താറാവ് എന്നാണ്. അപ്പോൾ ആദ്യത്തെ വാക്ക് പാവം എന്നാണ് അല്ലേ? പാ നീട്ടി എഴുതുന്നു. പാ
വം പാവം. ഇനി എന്താ എഴുതേണ്ടത്? താറാവ്. കുറച്ച് ഭാഗം നീട്ടി അതിനുശേഷം താ എഴുതി, റാ എഴുതി. ഇനി എന്താ എഴുതേണ്ടത്? വ്. താറാവ്. പാവം താറാവ്. 2 വാക്ക് വീതമുള്ള വാചകങ്ങളാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഇനി നമ്മൾ എഴുതാൻ പോകുന്ന വാചകത്തിൽ 3 വാക്കാണുള്ളത്. നമ്മൾ എഴുതാൻ പോകുന്ന വാചകം ആട് പാല് തരണം. ആട് ആദ്യത്തെ വാക്ക്, പാല് രണ്ടാമത്തെ വാക്ക്, തരണം മൂന്നാമത്തെ വാക്ക്. അപ്പൊ നമ്മൾ ആദ്യത്തെ വാക്ക് എഴുതുന്നു ആട്. ആട് ആട്. പിന്നത്തെ വാക്ക് പാല്. ദേ പാല് എന്ന് എഴുതാണ്. പാല് പാല്. മൂന്നാമത്തെ വാക്ക് തരണം. തരണം തരണം. ആട് പാല് തരണം എന്നുള്ള വാചകം നമ്മളിപ്പോൾ എഴുതി. ആട് പാല് തരണം. ഇനിയും നമ്മൾ 3 വാക്കുള്ള വാചകം ഒരെണ്ണം കൂടെ എഴുതാണ്. കാക്ക പാറി വരണം. ആദ്യത്തെ വാക്ക് കാക്ക, രണ്ടാമത്തെ വാക്ക് പാറി, മൂന്നാമത്തെ വാക്ക് വരണം. എഴുതാം. കാക്ക എന്ന് ആദ്യം എഴുതുന്നു. ആദ്യത്തെ വാക്ക് കാക്ക. കാ എഴുതി തൊട്ടടുത്തായിട്ടൊരു കായുടെ കൂട്ടക്ഷരം. കാക്ക. പാറി. പാ എഴുതുന്നു. പാറി പാറി. വരണം. വാ എഴുതിയിട്ട് രണം. കാക്ക പാറി വരണം. കാക്ക പാറി വരണം. ഇന്ന് നമ്മൾ പാഠം 12 പഠിച്ചത്. നമ്മൾ കുറേ വാചകങ്ങളാണ് ഇതിൽ എഴുതി പഠിച്ചത് അല്ലേ? വായിക്കാം. നമുക്ക് ഒരുമിച്ച് വായിക്കാം. വായിക്കൂ. ഇല വാടി, തിര കാണാം, പിന്നെ അടി തരണം. അടുത്ത വാചകം കക്ക വാരണം. ആട് പാല് തരണം. കാക്ക പാറി വരണം. പാവം താറാവ്. രമ പാടി. അടുത്തത് ഇത് ആടാണ്. കാട് കാണണം. ഇന്നത്തെ ക്ലാസ്സിൽ വാചകങ്ങൾ മാത്രമാണ് നമ്മൾ എഴുതി പഠിച്ചത് അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ കേട്ടെഴുത്തിൽ വാക്കുകൾ മാത്രം എഴുതാം അല്ലേ? അപ്പോൾ ആദ്യത്തെ വാക്ക് എഴുതിക്കോളൂ. ഇല. ഇല ഇല. രണ്ടാമത്തെ വാക്ക് ഇടവം. ഇടവം ഇടവം. മൂന്നാമത്തെ വാക്ക് ഇതാണ്. ഇതാണ്. നാലാമത്തെ വാക്ക് കാക്ക. കാക്ക. അഞ്ചാമത്തെ വാക്ക് കാട്. കാട്. ആറാമത്തെ വാക്ക് ആട്. ആട്. ഏഴാമത്തെ വാക്ക് പാറണം. 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 എട്ടാമത്തെ വാക്ക് താറാവ്. 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 ഒമ്പതാമത്തെ വാക്ക് അരണ. 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 പത്താമത്തെ വാക്ക് പാടാം. 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 വായിക്കാനായി തന്നിട്ടുള്ള വാചകങ്ങൾ കണ്ടല്ലോ. ആ വാചകങ്ങളെല്ലാം വായിച്ച് ഇന്ന് എഴുതി പഠിച്ച വാക്കുകളും കേട്ടെഴുത്തിലെഴുതിയ വാക്കുകളോടൊക്കെ ഒപ്പം അയച്ചു തരൂ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.